ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. ഫാത്തിമ പൊന്നൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ഷോർട്സ് ഒരുവിധം എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണ്. എൻ്റെ ഇക്കാൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് ഞാനും എൻ്റെ മക്കളും കൂടിയിട്ട് ഇക്കാക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഡ്രസ്സ് മേടിക്കാൻ വേണ്ടിയിട്ട് പോണ വീഡിയോ ആണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇമ്മാനുവലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഡ്രസ്സ് എടുക്കാൻ വരുമ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ വന്നത്. മക്കൾക്ക് ആയിക്കോട്ടെ എനിക്കായിക്കോട്ടെ, നമ്മളത് ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ട് അത് കൊടുക്കുമ്പോൾ ആ ആളുടെ മുഖത്തുള്ള ആ ഒരു സന്തോഷവും അതൊക്കെ എന്താണെന്ന് കാണാനാണല്ലോ നമുക്ക് കൂടുതൽ ആകാംക്ഷ ഉണ്ടാവുക. നമ്മൾ മേടിക്കുന്നതിനേക്കാളും കൂടുതൽ അത് കൊടുക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാവും നമ്മളെ മനസ്സിൽ ഏറെ ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ സർപ്രൈസ് കൊടുക്കാനാണെന്നൊക്കെ അവിടെയുള്ള ചേച്ചിമാരടുത്ത് പറയാണ് കേട്ടോ. അവരായിട്ട് നല്ല കമ്പനിയാണ് കേട്ടോ. ഞാൻ 2-3 പ്രാവശ്യം ഇവിടെ വന്ന് ഡ്രസ്സ് എടുക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവരന്ന് ഷർട്ട് എടുത്ത് പോയതല്ലേ, ഞാൻ പെരുന്നാൾക്ക് ഇവിടുന്ന് തന്നെ എക്കാക്ക് ഷർട്ട് എടുത്തത് കേട്ടോ. അപ്പോൾ കളറടക്കം അവർ കാണിച്ചു തന്നു. ഈ കളറല്ലേ കൊണ്ടുപോയതെന്നൊക്കെ ചോദിച്ചു എന്നോട്. അങ്ങനെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഷർട്ട്, ടീഷർട്ട് അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇത്ര സന്തോഷത്തോട് കൂടിയിട്ട് ഞങ്ങൾ ഇതൊക്കെ മേടിച്ചു എന്നല്ലാതെ ഇത് കൊടുക്കുമ്പോഴുള്ള സന്തോഷം കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ഇതിൻ്റെ ഇടയിൽ സംഭവിച്ചെന്നുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ. അങ്ങനെ ഡ്രസ്സൊക്കെ മേടിക്കൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റാൻഡിലേക്ക് ബസ് കയറാൻ വേണ്ടി വന്നിട്ടോ. അപ്പോൾ സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ ഈ ഒരു കട കണ്ടപ്പോൾ മക്കൾ പറഞ്ഞു, വെച്ച് നമുക്കിവിടെ കയറാമെന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങി. പിന്നെ അറിയാമല്ലോ, ഇത് നമുക്കായിക്കോട്ടെ മക്കൾക്കായാലും എന്തായാലും ഒന്ന് കുടിച്ചാലല്ലേ സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ അവിടെ കയറിയിട്ട് ഷേക്കും പിന്നെ സാൻഡ്വിച്ച് ഒക്കെ മേടിച്ചിട്ട് ഞങ്ങൾ കഴിച്ചിട്ടാട്ടോ വീട്ടിൽ പോയത്. അങ്ങനെ വൈകുന്നേരത്ത് വീട്ടിലെത്തി അസറസ്കാരമൊക്കെ കഴിഞ്ഞ് മേലെ കഴുകിയിട്ട് കുറച്ച് നേരം ഞങ്ങളവിടെ കിടന്നു, ഞാനും മക്കളും. അതിൻ്റെ ശേഷം ഇക്ക വന്നു കേട്ടോ. അപ്പോൾ ഇക്കാക്ക് ചായ ഉണ്ടാക്കാൻ കേട്ടോ. ഇക്കാക്ക് അറിയില്ല ഞങ്ങളിങ്ങനെ പോയതും മേടിച്ചു കൊടുത്തൊന്നും ഇക്കാക്ക് അറിയില്ല കേട്ടോ. ഇന്നിപ്പോൾ എന്തായാലും സർപ്രൈസ് കൊടുക്കാൻ പറ്റില്ല, പക്ഷേ ആൾ വിവരമൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. എന്തായാലും നാളെ അത് കൊടുക്കുന്ന ത്രില്ലിലാണ്. നാളെയാണല്ലോ വെഡ്ഡിങ് ആനിവേഴ്സറി. അപ്പോൾ നാളെ കൊടുക്കുന്ന ത്രില്ലിലാണ് ഞാനും മക്കളും. അപ്പോൾ ഇക്കാക്ക് വേണ്ടിയിട്ട് ചായ, ദോശ, കറിയൊക്കെ റെഡി ആക്കിയിട്ട് ഇക്കാക്ക് കൊടുത്തു കേട്ടോ. അങ്ങനെ ഇക്കാക്ക് വീഡിയോയിൽ വരുന്നൊന്നും വലിയ ഇഷ്ടമില്ല. അപ്പോൾ വീഡിയോ എടുക്കണമെന്ന് ആളെ അറിയുന്നില്ല കേട്ടോ. ഫ്രണ്ടിൽ പോയിട്ട് എടുക്കാൻ നിർത്തില്ല. അപ്പോൾ ബാക്കിൽ നിന്ന് മക്കളോട് സംസാരിക്കുകയാണ്. ചായ കുടിക്കുമ്പോൾ അവിടെ മക്കളോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ ബാക്കിൽ കൂടെ വരുന്നുണ്ടെങ്കിൽ തന്നെ ആൾ പെട്ടെന്ന് നോക്കും കേട്ടോ. വീഡിയോൻ്റെ എന്തെങ്കിലും ക്ലിക്ക് എന്ന് ശബ്ദം കേൾക്കണുണ്ട്, അപ്പം ആൾ നോക്കും. അത് സൈലൻ്റ് ആക്കിയിട്ടാണ് ഓണാക്കിയിരിക്കണത്. അത് ഞാൻ ജസ്റ്റ് മുരിഞ്ഞ ദോശ വേണക്കാക ചോദിച്ചിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് വേണ്ട, ഞാൻ അതിനെ കഴിച്ചുകൊണ്ട് വന്നിരുന്ന് കഴിക്കട്ടെ. അപ്പോഴും എൻ്റെ ഫോൺ കയ്യിലിരിക്കുന്നത് കാണാണ്ട്. അപ്പോൾ ആൾ ആ ഭാഗത്തേക്ക് നോക്കണില്ല കേട്ടാ. അങ്ങനെ നേരം വെളുത്തോട്ടോ. അത് പിറ്റേ ദിവസം കാലത്താണേ. പൂച്ച സാർ അവിടെ ദോശ ഉണ്ടാക്കണമൊക്കെ കണ്ടിട്ട് റെഡി ആയിട്ട് വന്നിരിക്കുന്നുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ അവിടെ ക്യാമറ ഓണാക്കി വെച്ചതൊന്നും നിൽക്കാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. ആൾ പുറത്തുനിന്ന് വരുന്നത് കണ്ടപ്പോൾ ഞാൻ വേഗം ക്യാമറ ഓണാക്കി വെച്ചതാണ്. ഇപ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, ആൾ ഇനി കൂലിയൊക്കെ കഴിഞ്ഞിട്ട് പോകുമ്പോഴാണ് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കണത് കേട്ടോ. ആൾ ചായ ഉണ്ടാക്കാനുള്ള ഒരു പാക്കറ്റ് പാലൊക്കെ ആയിട്ട് വന്ന് പിന്നെ ഇനി കുളിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ ആളെന്നും നേരം വെളുക്കുമ്പോൾ ചായ കുടിക്കാൻ പോകും. അത് കഴിഞ്ഞ് വന്ന് പിന്നെ കൂലിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ പണിക്ക് പോവുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി കൂലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ നിൽക്കണത്. അങ്ങനെ മക്കളെ, ഈ സമയത്തും സർപ്രൈസ് പൊളിഞ്ഞെന്ന് തോന്നുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ റൂമിൽ കൊടുത്തിട്ട് ഈ റൂമിൽ നിന്ന് ഇവിടെ കട്ടലിൻ്റെ അവിടെ ഇരുന്നിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇവിടെ ക്യാമറ അറിയാതെ കൊടുന്ന് ഓണാക്കി വെച്ചതാണ്. അപ്പോൾ നോക്കുമ്പോൾ ആൾ ബാത്റൂമിൽ പോയി കൈയും മുറൊക്കെ കഴുകി വന്നിട്ട് പറഞ്ഞ് ഞാൻ വന്നിട്ട് കുളിക്കണുള്ളൂ, അർജൻറ്റായിട്ട് പണിക്കാരവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ റൂമിൽ ഇക്കാൻ്റെ വർക്കിംഗ് ഡ്രസ്സൊക്കെ അതിൻ്റെ അടിയിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, കട്ടലിൻ്റെ അടിയിൽ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചോദിക്കാൻ വേണ്ടിയിട്ട് എവിടെ ഇരിക്കണമെന്ന് വെച്ചിട്ട് ഈ റൂമിലേക്ക് വന്ന് നോക്കുമ്പോൾ
ക്യാമറ ഞാൻ ഓണാക്കി വെച്ചതെന്ന് വെച്ചാൽ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇത് ഗിഫ്റ്റ് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ക്യാമറ ഒക്കെ ഓണാക്കി വെച്ചത്. പക്ഷേ അതും നടന്നില്ല. എനിക്ക് സമയമില്ല പറഞ്ഞിട്ട് ആൾ ഒരു ദോശയായിട്ടോ എങ്ങാനും കഴിച്ചിട്ടാണ് പെട്ടെന്ന് പോയി. അവിടെ പണിക്കാർ നിൽക്കുന്നുണ്ട് പുറത്ത്. അപ്പോൾ എന്താണ് എനിക്ക് സമയമില്ല, ഇനി ചായ തന്നെ വേണ്ടാന്ന് പറഞ്ഞാൽ നിർബന്ധിച്ചിട്ടാണ് ഒരു ദോശ കഴിച്ചത് കേട്ടോ. അങ്ങനെ ഉച്ചക്കൊക്കെ ഫുഡ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് വെച്ചതാണ് കേട്ടോ അത്. മോര് കൂട്ടാൻ വെക്കും വേണം, പിന്നെ ഉപ്പേരിയും വെക്കണം വെച്ചിട്ട് കൈപ്പക്ക ഉപ്പേരി വെക്കാൻ വേണ്ടി കൈപ്പക്കയുണ്ട്. പിന്നെ തേങ്ങ ഇതൊക്കെ റെഡിയാക്കിയിട്ട് നേരം വെളുക്കുമ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് വെച്ചതാണ് കേട്ടോ. പക്ഷേ എന്ത് ചെയ്യാം, വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് ബിരിയാണി കഴിക്കാനാണ് യോഗം. പൊന്നു തൊട്ട മുമ്പിൽ ഹോട്ടലുണ്ട് കേട്ടോ. ഹോട്ടലിൽ പോയിട്ട് ബിരിയാണി മേടിച്ചുകൊടുന്ന് കഴിക്കേണ്ടി വന്നു. മക്കൾ മദ്രസ വിട്ട് വന്ന് നോക്കുമ്പോൾ വിശന്നിട്ട് വയ്യ അമ്മച്ചിയെന്ന് പറഞ്ഞു. കാരണം എനിക്കൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. ഇന്നത്തെ അവസ്ഥ ഇതാണ് കണ്ട. ഫ്രിഡ്ജിൽ നിന്ന് കുപ്പിയിൽ നിന്ന് വെള്ളം എടുത്തിട്ടാണ് കേട്ടോ കുട്ടികൾ കൈ കഴുകണത്. തുള്ളി വെള്ളം വീട്ടിലില്ല. കാരണം ഇവിടെ ക്വാർട്ടേഴ്സിൽ കിണറില്ല, കുഴലാണ്. അപ്പോൾ ആ കുഴൽ കേടന്നിട്ടോ, കുഴൽക്കിണർ മറ്റേ പൈപ്പോ അതിൻ്റെ ഉള്ളിൽ എന്തോ മോട്ടറോ എന്തോ കേട് വന്നിട്ട് കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് അതിൻ്റെ ഉള്ളിലുള്ള പൈപ്പ് സംഭവമൊക്കെ മോട്ടറൊക്കെ വലിച്ച് പുറത്തേക്ക് ഇട്ടിട്ട് കംപ്ലീറ്റ് എടുത്തിട്ട് നേരാക്കാൻ വേണ്ടിയിട്ട് ആളെ വിളിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഇക്കാവ പോയിക്കുകയാണ് കേട്ടോ. അപ്പോൾ ക്വാർട്ടേഴ്സിലുള്ള എല്ലാവരും വെള്ളം ഇല്ലാണ്ട് കഷ്ടപ്പെട്ടിട്ടിരിക്കുക. ടാങ്കിലത്തെ ആണെങ്കിൽ വെള്ളം കഴിഞ്ഞിട്ടും ഉണ്ടായിരുന്നു. എന്ത് ചെയ്യും, എങ്ങനെ ഫുഡ് വെക്കും, ഒന്നും ചെയ്യാതിരിക്കുകയായിരുന്നു. ഫ്രിഡ്ജിൽ 2-3 കുപ്പി വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അതെടുത്തിട്ടാണ് കൈ കഴുകിയത്. പിന്നെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് ബിരിയാണി തിന്നാൻ യോഗമുണ്ട്. ഇനി വൈകുന്നേരമൊക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. വൈകുന്നേരത്ത് വന്നിട്ട് വേണം ഇനി ഗിഫ്റ്റ് കൊടുക്കാനെന്ന് പറഞ്ഞിട്ട് ഞാനും മക്കളും കാത്തിരിക്കുക കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ എന്നും വരുന്ന നേരത്ത് ആളെ കാണാൻ തന്നെ ഇല്ല. അപ്പോൾ ഞങ്ങൾ വിളിച്ചു നോക്കുകയാണ് വേഗം വരുമോ, എപ്പോഴാണ് വരിക എന്നറിയാൻ, ക്യാമറ ഓണാക്കി വെക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളെവിടെ? ചായക്ക് വെക്കാൻ ഞങ്ങൾ വരുന്നുണ്ടോന്ന് അറിഞ്ഞിട്ട് ചായ കുടിക്കാനാണ്. വിശന്നിട്ട് വയ്യേ, വിശന്നിട്ട് വയ്യാറ്. നിങ്ങൾ വരുന്നെന്ന് പറഞ്ഞിട്ട് ചായക്ക് വെള്ളം വെക്കാനാണ്. വന്ന വഴിക്ക് ഇന്ന് തിന്നാലോ വെച്ചിട്ട്. ഇവിടെ എത്തും ഇപ്പൊ ചായക്ക് വെള്ളം വെക്കാനാ. എവിടുന്ന്? ആര്? അപ്പൊ ചായക്ക് ഇപ്പോഴൊന്നും വെക്കണ്ടേ? അപ്പൊ വിശന്നിട്ട് കുടലിപ്പോ കരിയല്ലോ. ഇവിടെ വെള്ളം വറ്റൊന്നുമില്ലാതെ ഇടങ്ങാറായിക്കണേ. വെള്ളൊന്നുമില്ല. അപ്പൊ റെഡിയാക്കണുള്ളൂ. കണക്ഷൻ മാറ്റി കൊടുക്കുന്നുണ്ട്. കണക്ഷൻ മാറ്റി കൊടുക്കും. അവിടെ പണിക്കാരുണ്ടേ. ഒന്ന് വേഗം വരുവോ? എന്താണ് എന്തൊക്കാ വിശക്കണേന് എന്തേലും കുഴപ്പമില്ല. ഇല്ലേ വരുമ്പോ കൊണ്ടുവരേ? അവരോട് എടുത്തേക്കാൻ പറഞ്ഞാ മതിയോ? ഓക്കെ. അങ്ങനെ ഇക്കാൻ്റെ വണ്ടർ ശബ്ദം കേട്ടപ്പോൾ വീണ്ടും ക്യാമറ ഓണാക്കിയിട്ട് ഹോളിൽ വെച്ചു കേട്ടോ. 9 മണിയാവാറായിട്ടൊക്കെ വരുമ്പോൾ ഉപ്പച്ചിക്ക് സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. ഉപ്പച്ചി ഇപ്പോൾ വന്നിട്ടുണ്ട്. ഉപ്പച്ചി ഇപ്പോൾ കയറി വരും. ഉപ്പച്ചി ഇപ്പോൾ ഞങ്ങൾ ഫുഡ് വേണം പറഞ്ഞിട്ട് വന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ കയറി ഇപ്പോൾ വരും കേട്ടോ. ഇക്ക ഫുഡ് കുട്ടികളെ കയ്യിൽ കൊടുത്തിട്ട് വീണ്ടും സിറ്റ് ഔട്ടിൽ കൂടെ നടക്കാൻ കേട്ടോ. അപ്പോൾ അതിനൊരു കോള് വന്ന് ഒരു 3-4 മിനിറ്റോളം ഒരു കോള് വന്നിട്ട് പണിക്കാർ വിളിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അകത്തേക്ക് കയറി വന്നിക്കണം കേട്ടോ. ഇക്ക ഫോണ് ചാർജ് ചെയ്ത് വെക്കണോടത്ത ഞാൻ എൻ്റെ ഫോണ് ക്യാമറ ഓണാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിരിക്കണത്. കാണും എന്തോന്നറിയില്ല. കണ്ട വീണ്ടും പെട്ടു.
തരാൻ വേണ്ടിയിട്ടാണ് രാവിലെ അങ്ങനെ കുളിക്കാൻ വേണ്ടിയിട്ട് നിന്നപ്പോഴും വെള്ളമില്ല കേട്ടോ. വീണ്ടും കുറച്ച് നേരം അവിടെ മോട്ടറിൽ വെള്ളം കയറ്റിയിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഞാനും കുട്ടികളൊക്കെ ഒന്ന് കുളിച്ച് ഫ്രഷായി. വീണ്ടും വെള്ളം കഴിഞ്ഞിട്ട് വീണ്ടും അവിടുന്ന് വേറെ വെള്ളം അടിച്ചിട്ടാണ് കേട്ടോ തൽക്കാലം എല്ലാവരും ഉപയോഗിക്കണത്. അങ്ങനെ കുറേ നേരം വെള്ളം ഇല്ലാതെ കുളിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് കുറേ നേരം ഇരുന്നു കേട്ടോ. കുളി കഴിഞ്ഞിട്ട് വേണതൊന്ന് കൊടുക്കാൻ നോക്കുമ്പോൾ അപ്പോഴും വെയിറ്റിംഗ് തന്നെ വെയിറ്റിംഗ്. എന്തൊരു വെയിറ്റിംഗ് ആണെന്ന് അറിയോ. കുട്ടികൾ വെയിറ്റ് ചെയ്ത് അവർക്ക് ഭ്രാന്തായിക്കണു. അപ്പോൾ ആ ടൈമിൽ പറഞ്ഞു നിങ്ങൾ ഫുഡ് കഴിച്ചോളി പറഞ്ഞിട്ട് ഇക്കാക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് കുളിക്കാൻ പോയിട്ടോ. അങ്ങനെ ഞാനും മക്കളും കൂടിയിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. പെട്ടെന്ന് തലപൊന്തിച്ച് നോക്കുമ്പോൾ അവിടെ ഫോൺ ഇരിക്കണത് കണ്ടു കേട്ടോ. ക്യാമറ ഓണാന്ന് മനസ്സിലാക്കിയപ്പോൾ ആളത് അവിടെ വെച്ചിട്ട് ഒരൊറ്റ പോക്ക് പോയി. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ വന്നത് 11 മണിക്കാണ് കേട്ടോ. 11 മണിക്ക് വന്നതിൻ്റെ ശേഷം മക്കൾ അതുവരെ വെയിറ്റ് ചെയ്തിരുന്നു. ക്യാമറ ഓണല്ല എന്ന് ഉറപ്പ് വരുത്തിയതിൻ്റെ ശേഷമാണ് ആൾക്ക് ഗിഫ്റ്റ് കൊടുത്ത് ആളത് പൊട്ടിച്ച് നോക്കി ഇവിടെ റൂമിൽ വെച്ചിട്ടൊക്കെ നോക്കി ഒക്കെ കണ്ട് അവിടെ വെച്ചിട്ടാണ് ആൾ പോയപ്പോൾ ഞാനിത് വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ മക്കൾക്ക് ഇത്ര ആകാംക്ഷ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടിച്ചിട്ട് ഇക്കാപ്പച്ചി നോക്കണത് മാത്രമല്ല അവർ ആ ഗിഫ്റ്റിൻ്റെ ഉള്ളിൽ അവിടുത്തെ കടയിലത്തെ ചേച്ചിമാരോട് പറഞ്ഞിട്ട് തൊട്ടടുത്ത കടയിൽ നിന്ന് ഞാൻ ഈ ഡ്രസ്സൊക്കെ എടുക്കുന്ന സമയത്ത് അവരെനിക്ക് പോയിട്ട് സർപ്രൈസായിട്ട് ഇത് മേടിച്ചിരിക്കുക. മാലയും പിന്നെ ഒരു കൈച്ചേനും പിന്നെ മൂത്ത മോൾ മദ്രസ വിട്ട് വരുമ്പോൾ ഒരു ഡയറി മിൽക്കും മേടിച്ചിട്ടുണ്ട് കേട്ടോ. അവർ അത് ഡയറി മിൽക്ക് അവൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പാക്ക് ചെയ്തിട്ട് അവിടുത്തെ ചേച്ചിയോട് തന്നെ പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പാക്ക് ചെയ്തത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതും കൂടി പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവർക്ക് ഭയങ്കര ആകാംക്ഷ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ മേടിച്ചത്. ഷർട്ട് 1, പിന്നെ 2 ടീഷർട്ട്, ഒരു പാൻറ്റ്, വൈറ്റ് ഒരു ടീഷർട്ട്, അങ്ങനെ ഇതൊക്കെയാണ് കേട്ടോ ഗിഫ്റ്റ്. ഞാൻ നാളെ അമ്മച്ചിയുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പം അമ്മച്ചിക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസ് കൊടുത്തിട്ട് നല്ല ആഗ്രഹമാണ്. ഞാൻ ഒറ്റയ്ക്ക് താത്തൊന്നുമില്ല. അപ്പോൾ ഞാൻ കുടിക്കുന്ന കുറച്ച് പൈസ എടുത്തിട്ട് അപ്പോൾ അമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും വാങ്ങി കൊടുക്കണമെന്നുണ്ട്. അപ്പോൾ ഞാൻ കടയിലെത്തിയിട്ട് എന്തെങ്കിലും വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരില്ല. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണം കേട്ടോ. അമ്മച്ചി അറിയാതെ അമ്മച്ചിക്ക് സർപ്രൈസ് കൊടുക്കും. ഇവിടെ കണ്ടോ അങ്ങനെ മക്കൾ സർപ്രൈസ് മേടിക്കുന്ന വീഡിയോ ആണ് കേട്ടത്. ഇത് ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ വീഡിയോസൊക്കെ കണ്ടത്. അവർ മേടിച്ചത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിറ്റേന്ന കാലത്ത് വർക്കിന് പോകുമ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ള ടീഷർട്ട് ഇട്ടിട്ട് നല്ല അടിപൊളിയായി, എനിക്ക് നല്ല ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് ആളതിട്ടിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ജീവിതവും ടി വിയിലും വീഡിയോസിലൊക്കെ കാണുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അങ്ങനെ ആൾ വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ സർപ്രൈസ് ചെയ്യണ കാര്യമൊന്നും ഉമ്മച്ചിക്ക് അറിയില്ല. അപ്പോൾ ഞങ്ങൾ ആ ഡ്രസ്സ് കടയിലത്തെ ചേച്ചിമാരനായിട്ട് ചീപ്പിച്ചിരിക്കുകയാണ്. ആ ഡ്രസ്സിത്തെ അടുത്ത ചേച്ചി ഉമ്മച്ചിനായിട്ട് നല്ല കമ്പനി ആയിട്ടുണ്ട്. അപ്പോൾ ആ ചേച്ചിനോട് പറഞ്ഞിട്ട് മിസ്സിനോട് പിടിച്ച് നിർത്തിയിട്ട് ഞങ്ങൾ അടിക്ക് പോയിട്ട് വരാം, ഡ്രസ്സ് നോക്കിയിട്ട് വരാം പറഞ്ഞാൽ വെറുതെ അടിക്ക് പോയി. ഞാൻ പൈസ എടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞല്ലോ, അതെടുത്തിട്ട് പോയിട്ട് അടുത്തുള്ള ഒരു ഹെന്ന പറഞ്ഞ കടയിൽ കയറി ഒരു ചെയിനും പിന്നെ ഒരു കയ്യമ്മ കെട്ടണം. അവർ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ കഴുത്തിനൊരു നല്ല മാതിരി അതാണ് കേട്ടോ വാങ്ങിക്കണ്. അപ്പോൾ ഉമ്മച്ചിനെ സർപ്രൈസൊക്കെയാണ്. ഇപ്പച്ചിക്കൊരു 3-4 ഷർട്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പച്ചിക്ക് വാങ്ങിയ ഷർട്ടിക്കൂടെ നമുക്ക് അത് അവരത് അതിൽ ഡ്രസ്സിൻ്റെ പിക്ചർ ഷർട്ടിൻ്റെ ഒരു നടുവിലായിട്ട് ചെയ്യുന്നതും വെച്ചിട്ടാണ്. അപ്പം എന്നിട്ട് ഞങ്ങൾ അവിടുത്തെ എല്ലാവരോടും പറഞ്ഞു. അവർക്ക് നല്ല സന്തോഷമൊക്കെയായി. ഇങ്ങനെ അമ്മച്ചി അറിയാതെയാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതൊക്കെ അവർ സെറ്റാക്കി തന്നിട്ടുണ്ട്. അടുത്ത ചേച്ചി ഞങ്ങൾ കുറേ സഹായിച്ചു കേട്ടോ.
അതാണ്. അപ്പം ഉമ്മച്ചി അറിയാത്തതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് നാളെ ഉമ്മച്ചി സർപ്രൈസ് ആവും. ഉമ്മച്ചിയുടെ എക്സ്പ്രഷൻ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം.